ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള ചാപ്റ്റർ എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ റീഡ് ആൻഡ് റീജോയ്സിലുള്ള കഥയാണ്. നമ്മൾ ആ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പീപ്പ് ദ പെൻഗ്വിൻ എന്നുള്ള പാഠം. അപ്പോൾ എല്ലാവരും ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. അതോടൊപ്പം നമ്മൾ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആക്ടിവിറ്റി ബുക്കിൽ. നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ് ആവുന്ന ക്ലാസ് ആണ്. അത് മറക്കാതെ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് 3ാമത്തെ യൂണിറ്റിലെ റീഡ് ആൻഡ് റീജോയ്സിലുള്ള പിക്ചർ സ്റ്റോറിയാണ് പീപ്പ് ദ പെൻഗ്വിൻ. നമ്മുടെ 85ാമത്തെ പേജിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റീഡ് ആൻഡ് റീജോയ്സ് പീപ്പ് ദ പെൻഗ്വിൻ. പെൻഗ്വിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പെൻഗ്വിൻ ബേർഡ് ആണ്. എവിടെയാണ് കാണുക പെൻഗ്വിൻ? അന്റാർട്ടിക്കയിൽ അല്ലേ? നല്ല തണുപ്പുള്ള പ്രദേശത്ത് കാണുന്ന ഒരു ബേർഡാണ് പെൻഗ്വിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കഥ വായിക്കാം. ഫസ്റ്റത്തെ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? എന്താ? നല്ല മഞ്ഞുള്ള പ്രദേശമാണ് അല്ലെ? നല്ല മഞ്ഞുള്ള പ്രദേശമാണ്. ദിസ് ഈസ് ദി ലാൻഡ് ഓഫ് പീപ്പ് the little penguin. എന്താണ്? This is the land of Peep the little penguin. ആ ലിറ്റിൽ പെൻഗ്വിൻ, ആ ചെറിയ പെൻഗ്വിന്റെ പേരാണ് പീപ്പ്. പീപ്പിന്റെ നാടാണ് കേട്ടോ ഈ കാണുന്നത്. All penguins like to swim and enjoy. എല്ലാ പെൻഗ്വിൻസിനും എന്ത് ഇഷ്ടമാണ്? ആ തണുപ്പുള്ള വെള്ളത്തിൽ നന്നായി നീന്തി എൻജോയ് ചെയ്യുന്നത് എല്ലാ പെൻഗ്വിൻസിനും വളരെയധികം ഇഷ്ടമാണ്. Peep stands at the shore shivering. He is not ready to swim. പക്ഷെ നമ്മുടെ പീപ്പ് എങ്ങനെയാണ്? തീരത്ത് തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങില്ല. ഷോർ എന്ന് വെച്ചാൽ തീരം. തീരത്ത് തന്നെ നിന്നിട്ട് വിറയ്ക്കുകയാണ് അല്ലെ? തണുപ്പത്ത് നിന്ന് വിറയ്ക്കുന്നുണ്ടാവും. ഷിവറിങ് പറഞ്ഞാൽ വിറയ്ക്കുക കേട്ടോ. He is not ready to swim. അവൻ എന്തിനു തയ്യാറല്ല? നീന്താൻ. ആ വെള്ളത്തിൽ നീന്താൻ അവൻ തയ്യാറല്ല. കണ്ടോ ചിത്രത്തിൽ അവൻ മടിച്ചു നിൽക്കുകയാണല്ലോ. എല്ലാവരും നീന്തുകയാണ്. പക്ഷെ നമ്മുടെ പീപ്പ് എന്താ ചെയ്യുന്നത്? നീന്താതെ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാരും അവനോട് ചോദിക്കുകയാണ്. അപ്പൊ എന്താ ചോദിക്കുന്നത്? പീപ്പ് കം, ലെറ്റ്സ് പ്ലേ ഇൻ വാട്ടർ. വാ നമുക്ക് വെള്ളത്തിൽ കളിക്കാം എന്ന് പറയണം. അപ്പൊ പീപ്പ് എന്താ പറയണത്? നോ, ഐ ഡു നോട്ട് ലൈക്ക് വാട്ടർ. എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അപ്പൊ എന്താ പറയണത്? ഫ്രണ്ട് എന്ന് പറഞ്ഞു, കം, ഇറ്റ് ഈസ് ഫൺ. വാ, നല്ല ഫൺ ആയിരിക്കും, നല്ല രസമായിരിക്കും എന്ന് പറയണം. പക്ഷെ പീപ്പ് എന്ത് പറഞ്ഞു? സോറി, ഐ വോണ്ട്. ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറയാണ് അല്ലെ? പീപ്പ് പറയാണ് വെള്ളത്തിൽ കളിക്കാൻ പീപ്പ് തയ്യാറാവണില്ല. എന്താ കാരണം പറയണത്? ഇറ്റ് ഈസ് കോൾഡ്. അതെന്താ? നല്ല തണുപ്പാണ്. ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. എനിക്ക് വെള്ളം പേടിയാണ്. ഇറ്റ് ഈസ് വെറ്റ്. എന്താണ്? നനവാണ്, നനയും അല്ലേ? അത് വെള്ളത്തിൽ ഇറങ്ങി തീർച്ചയായിട്ടും നനയും. ഇതൊക്കെയാണ് പീപ്പ് പറയുന്ന എക്സ്ക്യൂസ് പറയണല്ലേ? വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ഓരോ കാരണങ്ങൾ പറയാണ്. അപ്പൊ എന്ത് പറഞ്ഞു? ഫ്രണ്ട് ഇത് കേട്ടിട്ട് ഫ്രണ്ട് എന്ത് ചെയ്തു? അതായത് കൂടെയുള്ള പെൻഗ്വിൻ എന്താ ചെയ്യുന്നത്? ഗോ, എ പെൻഗ്വിൻ മസ്റ്റ് സ്വിം. അപ്പൊ തീരത്ത് നിന്ന് പറയണല്ലേ? ഇത് കേട്ട് അടുത്ത് നിന്ന പെൻഗ്വിൻ എന്ത് പറഞ്ഞു? പോ, പെൻഗ്വിൻ തീർച്ചയായിട്ടും നീന്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീപ്പിന് എന്ത് ചെയ്തു? ചവിട്ടി വെള്ളത്തിലിട്ടു അല്ലേ? അങ്ങനെ പെൻഗ്വിൻ നമ്മുടെ പീപ്പ് എന്താ പറയണത്? ഔച്ച്, ഇറ്റ് ഈസ് സോ കോൾഡ്. എന്താ പറയണത്? അയ്യോ, ഇത് കുറച്ച് നല്ല തണുപ്പാണ് എന്ന് പറയാണ്. അങ്ങനെ ആ പെൻഗ്വിൻ എന്ത് ചെയ്തു? നമ്മുടെ പീപ്പിനെ വെള്ളത്തിലോട്ട് തള്ളിയിടുകയാണ് ചെയ്യണത് അല്ലേ? അങ്ങനെ നമ്മുടെ പീപ്പ് അവിടെ നിന്ന് നീന്തി പോവുകയാണ്. പീപ്പ് swam in the sea. He was frightened. He was far away from his land. പീപ്പ് അങ്ങനെ കടലിലൂടെ നീന്തി പോവുകയാണ്. He was frightened. Frightened എന്ന് വെച്ചാൽ പേടി, ഭയം. അവൻ ഒരുപാട് ഭയന്നു കേട്ടോ. He was far away from his land. അങ്ങനെ അവൻ നീന്തി അവന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് far away പറഞ്ഞാൽ ഒരുപാട് ദൂരെയായി. പീപ്പ് reached another land. പീപ്പ് അങ്ങനെ എവിടെ എത്തി? വേറൊരു ലാൻഡിൽ എത്തി. He was tired after the long swim. അപ്പോൾ ഒരുപാട് നേരം അവൻ നീന്തിയത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് ടയേർഡ് ആയിരുന്നു. അങ്ങനെ അവൻ വേറൊരു കരയിലാണ് അവൻ എത്തിയത് കേട്ടോ, അവന്റെ ലാൻഡിലല്ല. അപ്പൊ പീപ്പ് ഇങ്ങനെ ആലോചിക്കണം, വേറെ ആമായി, ഞാനിപ്പോ എവിടെയാണ്? അപ്പോഴാണ് പീപ്പിനെ ആര് കാണുന്നത്? ഒരു മാൻ കാണുന്നത്. ഒരു മനുഷ്യൻ പീപ്പിനെ കണ്ടു. എ മാൻ സോ പീപ്പ്. അയാൾ എന്ത് ചെയ്തു? പീപ്പിന്റെ അടുത്തോട്ട് വന്നു അല്ലെ? എന്നിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ഓ, എ പെൻഗ്വിൻ ചിക്ക്, ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? അയ്യോ, ഒരു പെൻഗ്വിൻ കുട്ടിയാണല്ലോ, ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അയാൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്ത് വിചാരിച്ചു?
ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ് പെൻക്വിൻ എന്ന് വിചാരിച്ചു അല്ലേ. ഡോണ്ട് വറി ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു, വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വെള്ളത്തിൽ കൊണ്ടുപോയി വിടുകയാണ് അല്ലേ വീണ്ടും. അങ്ങനെ അയാൾ എന്താ പറയണത്, ഗോ ബാക്ക് ടു യുവർ ലാൻഡ്, നീ നിന്റെ നാട്ടിലോട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി വിട്ടു. പക്ഷെ പെൻക്വിന് തിരിച്ചു പോകാൻ, വെള്ളത്തിൽ പോകാൻ ഇഷ്ടമാണോ, അല്ല അല്ലെ. അപ്പൊ പെൻക്വിൻ എന്താ ചിന്തിക്കുന്നത്, നോ ഐ ഡോണ്ട് ലൈക്ക് വാട്ടർ, ചിന്തിക്കുകയാണ്. കണ്ടോ ഈ ബബിൾ ആയിട്ടുള്ളത് ചിന്തിക്കുകയാണ് കേട്ടോ. പെൻക്വിൻ എന്താ ചിന്തിക്കുന്നത്, ഇല്ല എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അപ്പൊ ആ പെൻക്വിൻ തിരിച്ച് വീണ്ടും അയാളുടെ അടുത്തോട്ട് തന്നെ വരികയാണ്. ദ മാൻ വാക്ക്ഡ് ബാക്ക്. അപ്പൊ അയാൾ ആ പെൻക്വിനെ കൊണ്ട് കടലിൽ വിട്ടിട്ട് തിരിച്ചു നടക്കുകയാണ്. ഹി ഫെൽറ്റ് എ കൂൾ ടച്ച് ഓൺ ഹിസ് ലെഗ്. അപ്പോഴാണ് അയാളെ കാലിൽ എന്തോ നല്ല തണുപ്പുള്ള എന്തോ ഒന്ന് തട്ടുന്നതായിട്ട് അയാൾക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോ ആരാണ്, നേരത്തെ കടലിൽ കൊണ്ടുപോയി വിട്ട പെൻക്വിൻ അയാളെ വന്ന് തൊടുകയാണ് അല്ലെ. അപ്പൊ അയാൾ എന്താ ചോദിക്കുന്നത്, മാൻ എന്താ ചോദിക്കുന്നത്, യു എഗൈൻ ഡോണ്ട് യു ഗോ ബാക്ക്, വീണ്ടും വന്നോ, നിനക്ക് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാൻ എന്ത് ചെയ്തു, ദ മാൻ took പീപ്പ് ഹോം. അങ്ങനെ മാൻ പീപ്പിനെയും അയാളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പീപ്പ് ലൈക്ക്ഡ് ദ പ്ലേസ്. ആ സ്ഥലം പീപ്പിന് ഒരുപാട് ഇഷ്ടമായത്. ആ മാനിന്റെ വീട് പീപ്പിന് ഒരുപാട് ഇഷ്ടമായിട്ടോ. വാട്ട് എ ലവ്ലി പ്ലേസ്, നോട്ട് കോൾഡ്, നോ ഐസി വാട്ടർ. എന്ത് നല്ല സ്ഥലം, തണുപ്പില്ല, ഐസി വാട്ടർ ഇല്ല, എത്ര മനോഹരമായ സ്ഥലം ഇങ്ങനെ പീപ്പ് ചിന്തിക്കുക കേട്ടോ. പീപ്പിന് ഒത്തിരി ഇഷ്ടമായിട്ടോ ആ പ്ലേസ്. പീപ്പ് ഫെൽറ്റ് ഹംഗ്രി. He saw a fish in a bowl. അപ്പോഴാണ് പീപ്പിന് എന്ത് തുടങ്ങിയത്, വിശക്കാൻ തുടങ്ങിയത്. ഹംഗ്രി വെച്ച് വിശക്കാൻ തുടങ്ങി. അപ്പൊ പീപ്പ് എന്ത് കണ്ടു, അവിടെ ഒരു ബൗളിൽ വെച്ചിരിക്കുന്ന ഫിഷിനെ കണ്ടു കേട്ടോ. ബൗളിൽ വെച്ചിരിക്കുന്ന ഫിഷ് കണ്ടു. അപ്പൊ പീപ്പ് ചിന്തിക്കുകയാണ്, ഹായ് എ ഫിഷ്. അപ്പൊ പീപ്പിന് ഫിഷ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുന്നത് മാത്രമാണ് ആൾക്ക് ബുദ്ധിമുട്ട് കേട്ടോ. The man offered Peep the fish in the bowl. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഇത് കണ്ടിട്ട് അയാൾ വേഗം ആ ബൗളോട് കൂടെ തന്നെ ആ മീനിനെ എടുത്തിട്ട് നമ്മുടെ പീപ്പിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അല്ലേ. ആർ യു ഹംഗ്രി, ഹാവ് ഇറ്റ്, നിനക്ക് വിശക്കുന്നുണ്ടോ, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ബൗളോട് കൂടെ നമ്മുടെ പീപ്പിന്റെ കൈ കൊണ്ട് കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇൻ വാട്ടർ. പക്ഷേ അപ്പൊ പീപ്പിന് എന്താ പ്രശ്നം, ആ മീൻ ഇപ്പൊ എവിടെയാണുള്ളത്, വെള്ളത്തിലാണ് അല്ലേ. സോ ഹൗ ഷോൾ ഐ ക്യാച്ച് ദ ഫിഷ്, ഞാൻ എങ്ങനെയാണ് ആ മീനിനെ പിടിക്കുക എന്ന് പീപ്പ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. Peep dipped his beak into the water and caught the fish. അപ്പൊ വേറെ വഴിയില്ലാണ്ട് എന്ത് ചെയ്തു, നമ്മുടെ പീപ്പ് അതിന്റെ കൊക്കുകൾ വെള്ളത്തിലിട്ടിട്ട്, അതായത് ആ ഫിഷിനെ എന്ത് ചെയ്തു, ആ ബൗളിൽ നിന്ന് ഫിഷിനെ പിടിച്ചു. Got it എന്ന് വെച്ചാൽ പിടിച്ചു. അങ്ങനെ പീപ്പ് എന്ത് ചെയ്തു, ഫിഷിനെ പിടിച്ചു അല്ലേ. The next day the man took Peep to a pool. There were a lot of fish in it. അപ്പൊ അടുത്ത ദിവസം ആ മനുഷ്യൻ എന്ത് ചെയ്തു, പീപ്പിനെ അയാളുടെ പൂളിൽ കൊണ്ടുവന്ന് കാണിച്ചു. There were a lot of fish in. ആ പൂളിൽ എന്തുണ്ടായിരുന്നു, ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ മാൻ എന്ത് പറയാണ്, all are yours, have them. പിന്നെ ഈ മീനെല്ലാം നിനക്കാണ്, കഴിച്ചോളാൻ പറയാണ്. പക്ഷെ അപ്പോഴും പീപ്പ് എന്താ ചിന്തിക്കുന്നത്, swim and catch the fish, no way. നീന്തി പോയിട്ട് മീൻ പിടിക്കാനോ, ഒരിക്കലും ഇല്ല. അതായത് നമ്മുടെ പീപ്പിന് മടിയാണല്ലേ വെള്ളത്തിൽ നീന്താൻ. അപ്പൊ ഒരിക്കലും ഇല്ല, വേണ്ട പീപ്പ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ആ മാൻ എന്ത് ചെയ്തു, ദ മാൻ പ്ലേഡ് എ ട്രിക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും പീപ്പിന് എന്ത് ചെയ്യണം, വെള്ളത്തിൽ നീന്തുന്ന പെൻക്വിനാക്കി മാറ്റണം അല്ലേ. അപ്പൊ മാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ചു, ഒരു ഐഡിയ ഉപയോഗിച്ചു. ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ. അയാൾ വേഗം പൂളിലോട്ട് എടുത്ത് ചാടി. അപ്പൊ പീപ്പ് എന്താ ചിന്തിക്കുന്നത്, he will eat all the fish. അയാൾ എല്ലാ മീനും കഴിക്കുമോ എന്ന് പീപ്പിന് പേടിയായി അല്ലേ. പീപ്പ് ഓൾസോ ജംപ്ഡ് ഇൻ ടു ദ പൂൾ. അയാൾ എങ്ങാനും മീനൊക്കെ കഴിച്ചാലോ എന്ന് പേടിച്ചിട്ട് പീപ്പ് എന്താ ചെയ്യണത്, വേഗം പൂളിലോട്ട് എടുത്ത് ചാടി. നോ ഇറ്റ് ഈസ് മൈ ഫിഷ്. ഇല്ല അതെല്ലാം എന്റെ മീനാണ് പറഞ്ഞിട്ട് പീപ്പ് എടുത്ത് ചാടുകയാണ് അല്ലേ. ഇത് കേട്ട് അമ്മൻ ചിരിക്കുകയാണ്. അങ്ങനെ എവറി ഡേ ദ മാൻ പുട്ട് സം ഫിഷസ് ഇൻ ദ പൂൾ. അങ്ങനെ എല്ലാ ദിവസവും അയാൾ എന്ത് ചെയ്യും, പൂളിൽ കുറച്ച് മീൻ കൊണ്ടുവന്നിടും. അങ്ങനെ നമ്മുടെ പീപ്പ് എന്ത് ചെയ്യും, ആ പൂളിൽ പോയി നീന്തിയിട്ട് മീൻ ക്യാച്ച് ചെയ്ത് പിടിച്ച് കഴിക്കും. സ്ലോലി ഹിസ് ഫിയർ ഓഫ് വാട്ടർ ഡിസപ്പിയർഡ്. പീപ്പ് ബിക്കം എ ഗുഡ് സ്വിമ്മർ. അങ്ങനെ പതുക്കെ നമ്മുടെ പീപ്പിന് വെള്ളത്തിൽ നീന്തുന്ന ഒരു ഭയം അല്ലെങ്കിൽ വെള്ളത്തിൽ നീന്തുന്ന ഒരു പേടി ഇല്ലാണ്ടായി മാറി. പീപ്പ് നല്ലൊരു സ്വിമ്മർ, നീന്തുന്ന പെൻക്വിനായി മാറി. അപ്പൊ അങ്ങനെ കണ്ടോ, നല്ല എൻജോയ് ചെയ്ത് നീന്തുകയാണ് അല്ലേ. അപ്പൊ മെൻ എന്താ ഇവിടെ ചിന്തിക്കുന്നത്, നൗ ഹി ഈസ് എ ഗുഡ് സ്വിമ്മർ, ഇറ്റ് ഈസ് ടൈം ഫോർ പീപ്പ് ടു ഗോ ബാക്ക്. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് സമയമാണ് പീപ്പിന് തിരിച്ച് അവന്റെ നാട്ടിൽ പോകാനുള്ള സമയമായി എന്ന് ചിന്തിക്കുകയാണ്. The next day the man took Peep to his land. അങ്ങനെ അടുത്ത ദിവസം അയാൾ എന്ത് ചെയ്തു, പീപ്പിനെ തിരിച്ച് അവന്റെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് വിടുകയാണ്. അവനെ കണ്ട അവന്റെ ഫ്രണ്ട്സ് എന്താ പറയണത്, look it is our Peep. നോക്ക് നമ്മുടെ പീപ്പാണെന്ന് പറയണേ അല്ലേ. Peep jumped into the water to greet his friends. അപ്പൊ പീപ്പ് എന്ത് ചെയ്തു, വേഗം തന്നെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോവാണ് അല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. അപ്പൊ അവര് എന്ത് ചെയ്തു, പീപ്പിനെ വെൽക്കം ചെയ്തു. ഹായ് പീപ്പ്. അങ്ങനെ നമ്മുടെ പീപ്പിന് എന്തായി, അവന് വെള്ളത്തിനോടുള്ള പേടി മാറിയില്ലേ. Peep was no longer afraid of water. അതിനുശേഷം അവൻ വെള്ളത്തിനെ ഭയന്നിട്ടില്ല.
ഇറ്റ് ഈസ് പ്രിറ്റി കൂൾ. ഇപ്പൊ എന്താണ് വെള്ളത്തെ കുറിച്ചിട്ട് വാട്ടറിനെ കുറിച്ചിട്ട് നമ്മുടെ പീപ്പ് പറയണത്? It's pretty cool. It is fun. It is wonderful. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഭയമാണ്, തണുപ്പാണ്, വെറ്റാവും എന്നൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ എന്താണ് വെള്ളത്തിനെ കുറിച്ച് പറയണത്? It is pretty cool. It is fun. It is wonderful എന്ന് പറയാണ് അല്ലെ. ഇതാണ് നമ്മുടെ കഥ. അങ്ങനെ അവസാനം നമ്മുടെ പീപ്പിന് വാട്ടറിനോടുള്ള പേടി മാറി അല്ലേ. ഇനി എന്ത് ചെയ്യാ? ഈ ചിത്രത്തിനോട് അനുയോജ്യമായുള്ള സെന്റൻസുകൾ ഇവിടെ എന്തുണ്ട്? നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട സെന്റൻസ് ആണ്. അത് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. റീഡ് ദ സെന്റൻസസ് ഗിവൺ ബിലോ, റൈറ്റ് ദ സ്യൂട്ടബിൾ സെന്റൻസസ് ബിലോ ഈച്ച് ദ പിക്ചർ. ആദ്യത്തെ ചിത്രത്തിലെ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് സെന്റൻസ് വരും? പീപ്പ് വാസ് അഫ്രൈഡ് ഓഫ് വാട്ടർ. പീപ്പിന് വെള്ളം ഭയമാണ്, പേടിയാണ്. രണ്ടാമത്തത് പീപ്പ് ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ബാക്ക്. പീപ്പിന് തിരിച്ചു പോകണ്ട. മൂന്നാമത്തത് പീപ്പ് വാസ് ഹംഗ്രി. പീപ്പിന് വിശക്കുന്നുണ്ട് അല്ലേ. നാലാമത്തതോ ദ മാൻ പ്ലേഡ് എ ട്രിക്ക്. അയാൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ചാപ്റ്റർ ഇഷ്ടമായോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. താങ്ക് യു.